തൃശൂരിലെ തോൽവി വിശദമായി പഠിക്കാൻ കോൺഗ്രസ് നേതൃത്വം സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് പാർട്ടി. പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന കടുത്ത നിലപാട് പ്രഖ്യാപിച്ച മുരളീധരനെ അന്വയിപ്പിക്കാനും നേതൃത്വം ശ്രമം ആരംഭിച്ചു. തിരിച്ചടിയുടെ നിരാശയിൽ വൈകാരിക പ്രതികരണം നടത്തിയ കെ മുരളീധരനെ ചേർത്തുപിടിക്കുകയാണ് പാർട്ടി നേതൃത്വം ഒന്നടങ്കം. കെ മുരളീധരൻ പാർട്ടിയിലെ കരുത്തനാണെന്ന് രമേശ് ചെന്നിത്തല. മുരളിയുടെ തോൽവിയിൽ ദുഃഖമുണ്ടെന്നും ചെന്നിത്തല റിപ്പോർട്ടറിനോട്. കെ മുരളീധരൻ ഒരു മികച്ച രാഷ്ട്രീയ പോരാളിയാണ്. അപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ തോൽവിയിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. കെ മുരളീധരനെ ഒപ്പം നിർത്തണമെന്നും പരാജയ കാരണങ്ങൾ പാർട്ടി പരിശോധിക്കണമെന്നും നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. മുരളിയെ പോലെയുള്ളൊരു വ്യക്തിയുടെ സംഭാവന വലുതാണ്. ഒട്ടേറെ രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ മത്സരിക്കുകയും വിജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് മുരളി. മുരളിയെ കൂടി ഇനിയും കൂടെ നിർത്തി ഒരുമിച്ച് നിർത്തി കൂട്ടായ്മയോടുകൂടി തൃശ്ശൂരിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ഒരു ശസ്ത്രക്രിയയും അവിടെ നടത്തി. അദ്ദേഹത്തിന് പറയാനുള്ളതും പാർട്ടി നേതൃത്വം എന്താണ് പറയാനുള്ളതെന്നും പറയട്ടെ. അതിനുശേഷം അത്തരം വിഷയങ്ങളിലേക്ക് കിടക്കാം. തൃശ്ശൂരിലെ വീഴ്ച പരിശോധിക്കുമെന്ന കേന്ദ്ര നേതാക്കളും വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തോ സംഘടനാ രംഗത്തോ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ ഉടനടി പഠിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിരിക്കും. വിഷയത്തിൽ കെ മുരളീധരന്റെ തുടർ നിലപാടുകളാണ് ഇനി ശ്രദ്ധേയമാവുക. സംഘടനാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ മുരളീധരൻ അയയുമോ എന്നതാണ് പ്രധാനം. സംഘടനാ തലത്തിൽ കെ മുരളീധരന് സുപ്രധാന ചുമതലകൾ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കെ മുരളീധരനും തൃശ്ശൂരുമായിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ചർച്ചകളിലെ കേന്ദ്രബിന്ദുവെന്ന് ചുരുക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.